പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള തേർഡ് സെമസ്റ്ററിലെ കോർ പേപ്പറിൻ്റെ MCQ ഡിസ്കഷൻ്റെ തുടർച്ചയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 101ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 101ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ കോപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 32 എന്നും ആർട്ടിക്കിൾ 360 എന്നും ആർട്ടിക്കിൾ 14 എന്നും ആർട്ടിക്കിൾ 263 എന്നും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി 263 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 102ാമത്തെ ചോദ്യം ദ മെമ്പേഴ്സ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ഹാവ് സ്റ്റാറ്റസ് ഈക്വൽ ടു ദാറ്റ് ഓഫ്. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള നമ്മുടെ രാജ്യത്തുള്ള ഒരു സംവിധാനത്തിൻ്റെ മെമ്പേഴ്സ് അതിൻ്റെ സ്റ്റാറ്റസ് ഈക്വൽ ടു ഏതുമായിട്ടാണ് ഈക്വലായി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ ബി സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷൻ ഡി മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 103ാമത്തെ ചോദ്യം വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാപരമായി നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഭരണഘടനാപരമാണ്. ഓപ്ഷൻ എ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിലൊന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമല്ലാത്തത് പ്ലാനിംഗ് കമ്മീഷനാണ്. 104ാമത്തെ ചോദ്യം ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ്, ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, 104ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്, പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, 105ാമത്തെ ചോദ്യം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് പാർലമെൻ്ററി, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പാർലമെൻ്ററി സിസ്റ്റമാണ്. ബിക്കോസ് അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദർ ഈസ് ആൻ എലക്റ്റഡ് പ്രസിഡന്റ് എന്നാണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ദർ ഈസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ദർ ഈസ് എ സുപ്രീം കോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യ പാർലമെൻ്ററി സിസ്റ്റം ആണെന്നുള്ളത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം പറയുന്നത് എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ എന്നുള്ളതാണ്. 106ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് ഇൻ ദി സെൻസ് ദാറ്റ്, ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. അതിൻ്റെ സെൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഓപ്ഷൻ എ ഇറ്റ് ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ഇറ്റ് ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. ദെൻ ഇറ്റ് ഹാസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഇറ്റ് ഹാസ് സോവറിൻ പവർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഇറ്റ് ഹാഡ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് എന്ന് പറയാനുള്ള കാരണം. 107ാമത്തെ ചോദ്യം ദ ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ എന്നും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നും പ്രസിഡൻ്റ് എന്നും വൈസ് പ്രസിഡൻ്റ് എന്നും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പ്രസിഡൻ്റ് ആണ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 108ാമത്തെ ചോദ്യം പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഫോംഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബൈ എ റെസൊല്യൂഷൻ ഇൻ, നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള സംവിധാനം രൂപീകരിച്ചത് ഏത് റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1950 എന്നും 1947 എന്നും 1944 എന്നും 1946 എന്നും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ നിർമ്മിച്ചിട്ടുള്ളത് 1950-ലാണ്. ഓക്കെ, ദെൻ 109ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ദെൻ രണ്ടാമത്തേത് ബി ഇറ്റ് ഈസ് റിപ്പബ്ലിക്, അതും ഒരു ഫീച്ചറാണ്. മൂന്നാമത്തെ സി ഇറ്റ് ഈസ് ഫെഡറൽ, അതൊരു ഫീച്ചർ തന്നെയാണ്. ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് പ്രസിഡൻഷ്യൽ, ഇന്ത്യൻ ഭരണഘടന പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല, ഇന്ത്യൻ ഭരണഘടന പാർലമെൻ്ററി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് പ്രസിഡൻഷ്യൽ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 110ാമത്തെ ചോദ്യം ദ വേർഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാവ് ബീൻ ബോറോവ്ഡ് ഫ്രം,
അതായത് നമ്മളെ നിയമനിർമ്മാണ രീതികളുമായി ബന്ധപ്പെട്ട് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 110-ാമത്തെ ചോദ്യം. ആൻസർ വരുന്നത് ബി USA എന്നുള്ളതാണ്. 111-ാമത്തെ ചോദ്യം. ദ പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം മുതലേ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം ചെയർമാനായിട്ട് അന്ന് നിശ്ചയിച്ചിരുന്നത്. 112-ാമത്തെ ചോദ്യം. ഇന്ത്യ ദാറ്റ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദി വേർഡ്സ് യൂണിയൻ ഓഫ് ദി സ്റ്റേറ്റ്. ഈ യൂണിയൻ ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ള വേർഡ് ഏത് രാജ്യത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഓക്കെ, ആൻസർ കാനഡ. ഇന്ത്യൻ്റെ ഫെഡറലിസം കാനഡ എന്നുള്ള രാജ്യത്തിൻ്റെ ആശയങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. 113-ാമത്തെ ചോദ്യം. ദ ലിസ്റ്റ് ഡിവൈഡിങ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആർ ഗിവൺ ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂളിലാണ് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരത്തെ വീതിച്ച് നൽകുന്നത്? അത് ഏത് ഷെഡ്യൂളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. 113-ാമത്തതിൻ്റെ ആൻസർ ഡി ആണ്. ഡി പറയുന്നത് 7-ാമത്തെ ഷെഡ്യൂളിലാണ് ഇങ്ങനെ പറയുന്നത്. 114-ാമത്തെ ചോദ്യം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ ഭരണഘടനയുടെ സവിശേഷതകൾ പറയുന്നുണ്ട്. എനാക്റ്റഡ് വൺ, ഇവോൾവ്ഡ് വൺ, അൺറിട്ടൺ വൺ, നൺ ഓഫ് ദിസ് എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഇനാക്റ്റഡ് ആണ്, ഇവോൾവ്ഡ് അല്ല. ഇന്ത്യൻ ഭരണഘടന ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അൺറിട്ടൺ എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയുമല്ല. നൺ ഓഫ് ദിസ് എബോവ് അതുമല്ല. ഓക്കെ, എനാക്റ്റഡ് വൺ എന്നുള്ളതാണ് ആൻസർ. 114. 115. ഡയാർക്കി എന്ന് പറയുമ്പോൾ ദ്വിഭരണം അല്ലേ, രണ്ട് തരത്തിലുള്ള ഭരണ സംവിധാനം. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി പ്രൊവിൻഷ്യൽ ലെവൽ ബൈ ദി ആക്ട്. പ്രൊവിൻഷ്യൽ ലെവലിൽ, അതായത് സംസ്ഥാന സംവിധാനം പ്രവിശ്യകളിൽ ഡയാർക്കി എന്നുള്ള ഭരണ സംവിധാനം ആരംഭിച്ചത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ബി 1919 എന്നുള്ളതാണ്. 1919 ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയാർക്കി എന്നുള്ള സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 116-ാമത്തെ ചോദ്യം. ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെൻറ്റർ. അതായത് കേന്ദ്ര ഭരണത്തിൽ സെൻറ്ററിൽ ഡയാർക്കി ആരംഭിച്ചിട്ടുള്ളത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദ്യം. അതിന് ആൻസർ വരുന്നത് 1935 എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് സംസ്ഥാനത്തേതാണ്, മറ്റൊന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് രണ്ട് ക്വസ്റ്റ്യനിൽ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. 117-ാമത്തെ ചോദ്യം. ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് മൂവ്ഡ് ബൈ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അത് ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 118-ാമത്തെ ചോദ്യം. ദ എലക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ. ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഏത് വർഷമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 1946-ലാണ് ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നിട്ടുള്ളത്. 118-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1946 ജൂലൈ എന്നുള്ളതാണ്. 119-ാമത്തെ ചോദ്യം. 119-ാമത്തെ ചോദ്യം വരുന്നത്. ദ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഈസ് നോൺ ആസ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൻ്റെ വർഷം 1919 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ള പേരിലാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അറിയപ്പെടുന്നത്. 120-ാമത്തെ ചോദ്യം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഈസ് നോൺ ആസ്. 1909 ആക്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. 1909 ആക്ട് മിൻറ്റോ മോർലി റിഫോംസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 121-ാമത്തെ ചോദ്യം. ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏത് മാസം ഏത് വർഷം ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 1947 ജനുവരിയിലാണ്. ഓക്കെ, ഓപ്ഷൻ എ 1947 ജനുവരിയിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 122-ാമത്തെ ചോദ്യം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൺസിസ്റ്റഡ് ഓഫ്. അതായത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്? ആ ഒരു ചോദ്യമാണ് 122-ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് 7 മെമ്പേഴ്സ്. ഓക്കെ, 7 പേരാണ്. അതിൻ്റെ ചെയർമാനായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഓക്കെ. 123-ാമത്തെ ചോദ്യം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്.
ഇന്ത്യൻ ഭരണഘടന അത് ഉൾക്കൊള്ളുന്നത് എത്ര ആർട്ടിക്കിൾസ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് ഇന്ത്യൻ ഭരണഘടന പാസ്സാകുന്ന അവസരത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 395 എന്നുള്ളതാണ് ആൻസർ. 124ാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഓൺ. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നിലവിൽ വന്നിട്ടുള്ളത് ഏത് ദിവസത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ 26 ജനുവരി 1950 ജനുവരി 26 മുതലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആഘോഷിക്കുന്നത്. 26 ജനുവരി 1950 മുതൽ നമ്മൾ ഒഫീഷ്യലി ഭരണഘടന നിലവിൽ വന്നു. ഓക്കെ. 125ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോവിങ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എലക്ഷൻ ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ. ഇന്ത്യയിൽ വിച്ച് എമംഗ് ദി ഫോളോവിങ് ആക്ട്, ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എലക്ഷൻ എന്നുള്ള സംവിധാനം ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ? അതിൻ്റെ ആൻസർ വരുന്നത് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നുള്ള പേരിൽ 1909 ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എലക്ഷൻ എന്നുള്ള സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. 126ാമത്തെ ചോദ്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ. ഏത് വകുപ്പുകളിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 36 മുതൽ 51 വരെയാണ് DPSPയെ കുറിച്ച് പറയുന്നത്. ഓക്കെ. 127ാമത്തെ ചോദ്യം, ദ പ്രൊസീജിയർ ഫോർ അമെൻഡിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന അമെൻമെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരുത്തുന്നത്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 128ാമത്തെ ചോദ്യം, ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഫ്രം. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആശയം ഏത് രാജ്യത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. ഓക്കെ. 129ാമത്തെ ചോദ്യം, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഫ്രം. നമ്മുടെ DPSP എന്നുള്ള ആശയം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലാൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ DPSP എടുത്തിട്ടുള്ളത്. ഓക്കെ. 130ാമത്തെ ചോദ്യം, ദ മേക്കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ദി കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഫ്രം. നമ്മുടെ രാജ്യം ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? USA, അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിട്ടുള്ളത്. 131ാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ യൂണിറ്ററി സിസ്റ്റം. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ യൂണിറ്ററി സിസ്റ്റം അണ്ടർ. ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം യൂണിറ്ററി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അതിൻ്റെ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 352 ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 352 പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തൊന്നാകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യൻ്റെ മൊത്തം ഭരണ സംവിധാനം യൂണിറ്ററി സിസ്റ്റത്തിലേക്ക് മാറും എന്നുള്ളതാണ് പറയുന്നത്. 132ാമത്തെ ചോദ്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾസ്. ഏത് ആർട്ടിക്കിളുകളിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റുന്ന ആൻസറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 12 മുതൽ 36 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 133ാമത്തെ ചോദ്യം, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 വാസ് റീനെയിംഡ് ആസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. ഇൻ ഏത് വർഷമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 എന്നുള്ളത് പുതിയ പേരിലേക്ക് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1976 ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. 134ാമത്തെ ചോദ്യം, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഒമിറ്റഡ് ഫ്രം പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി. അതായത് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തൊഴിവാക്കിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറ്റിയിട്ടുള്ളത്. 135ാമത്തെ ചോദ്യം, ദ വാച്ച് വേർഡ് ഓഫ് പാർലമെൻ്ററി ഗവൺമെൻറ് ഈസ്. നമ്മുടെ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ വാച്ച് വേർഡായിട്ട് അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ സ്റ്റെബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 136ാമത്തെ ചോദ്യം, ഹൂ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സെഷൻ ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ജോയിൻറ്റ് സെഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ജോയിൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ആരാണ് അധ്യക്ഷത വഹിക്കുക,
അതായത് പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സെഷൻ ഓഫ് ദി പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെഷനിൽ ആരാണ് അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ഇവിടെ 136ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 136ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ ആൻസർ കീയിൽ പ്രസിഡൻറ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകസഭയുടെ സ്പീക്കറാണ് ആൻസറായിട്ട് വരിക. നിങ്ങളുടെ ആൻസർ കീയിലുള്ള ഉത്തരം തെറ്റാണ്. 136ാമത്തെ ചോദ്യം, ഹൂ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സെഷൻ ഓഫ് ദി പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് അധ്യക്ഷത വഹിക്കുക എന്ന് ചോദിക്കുമ്പം അതിന് അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറായിരിക്കും കേട്ടോ. സ്പീക്കറാണ് അതിന് അധ്യക്ഷത വഹിക്കുക. ഓക്കെ, അത് ചോദ്യം തെറ്റുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 137ാമത്തെ ചോദ്യം, ദ പൊസിഷൻ ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ റിസംബിൾസ് ദി പൊസിഷൻ ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഓഫ്, അതായത് ദ പൊസിഷൻ ഓഫ് ദി വൈസ് പ്രസിഡൻറ്റ്, ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനങ്ങളിലേക്ക് എടുത്തിട്ടുള്ളത് ഏത് വൈസ് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് USA അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലേക്കും ഈ വൈസ് പ്രസിഡൻറ്റ് എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി USA എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 138ാമത്തെ ചോദ്യം, ഹൂ പ്രിപ്പയർസ് ദ അജണ്ട ഇൻ മീറ്റിംഗ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭാ യോഗത്തിലുള്ള അതിനുള്ള അജണ്ട നിശ്ചയിക്കേണ്ടത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മന്ത്രിസഭാ മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് തന്നെയാണ് അതിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടി ഉള്ളത്. ഓക്കെ, അത് ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 139, ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഈസ് എലക്റ്റഡ് ബൈ, നമ്മുടെ ചെയർമാൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ അതായത് രാജ്യസഭയുടെ ചെയർമാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, നമ്മുടെ ലോകസഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് ചേർന്നിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദെൻ 140, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, താഴെ പറയുന്നവരിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 140ാമത്തെ ചോദ്യം, അതിൻ്റെ ഓപ്ഷനായിട്ട് ടു എൻഷുർ എ വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ടു എൻഷുർ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്. മൂന്നാമത്തത് ടു എസ്റ്റാബ്ലിഷ് എ റിലീജിയസ് സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷനായിട്ട് ടു എൻഷുർ ദി ക്രിയേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഒരിക്കലും നമ്മുടെ DPSPയുടെ ലക്ഷ്യമല്ല ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ടു എസ്റ്റാബ്ലിഷ് എ റിലീജിയസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അതിൽ പെടാത്തത്. സി ആണ് ആ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 141ാമത്തെ ചോദ്യം, ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് അണ്ടർ എ പാർലമെൻ്ററി ഗവൺമെൻറ് എൻജോയ്സ്, അതായത് ഇന്ത്യൻ സിസ്റ്റത്തിൽ ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് തരത്തിലുള്ള അധികാരമാണ് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അധികാരമാണ് അദ്ദേഹം കൈവശം വെക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഓപ്ഷൻ എ റിയൽ പവർ എന്ന് കൊടുത്തിട്ട്, അല്ലേ, നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റമാണ് യഥാർത്ഥ അധികാരം നിലനിൽക്കുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ പ്രൈം മിനിസ്റ്റർക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരം വരുന്നത് റിയൽ ഹെഡ് അല്ലെങ്കിൽ റിയൽ പവർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, 142ാമത്തെ ചോദ്യം, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ആസ് എ യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഈസ് ഓൺ ദി ബേസിസ് ഓഫ്, ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ്റിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് യൂണിറ്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡിവിഷൻ ഓഫ് പവർ അഥവാ അധികാര വിഭജനം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓപ്ഷൻ ബി അധികാര വിഭജനം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 143ാമത്തെ ചോദ്യം, മെജോറിറ്റി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി അമെൻഡഡ് ബൈ, ഇന്ത്യൻ ഭരണഘടനയിലെ മെജോറിറ്റി പ്രൊവിഷൻസ്, കൂടുതൽ പ്രൊവിഷൻസും അമെൻഡ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന് ഏറ്റവും അടിസ്ഥാന ഉത്തരം തന്നെയാണ് പാർലമെൻറ്റാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും പഴയ നിയമങ്ങൾ ഭേദഗതി വരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനാണ് അതിനുള്ള ഉത്തരവാദിത്തം. 144ാമത്തെ ചോദ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഓൺ, ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള അത് ആരംഭിച്ചിട്ടുള്ളത് ഏത് ദിവസത്തിലാണെന്നുള്ളതാണ് 144ാമത്തെ ചോദ്യം വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് 2 ഒക്ടോബർ 1952, 1952 ഒക്ടോബർ 2 ഈ രീതിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. 145ാമത്തെ ചോദ്യം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വാസ് ലോഞ്ച്ഡ് ഓൺ, ഇന്ത്യയിൽ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നുള്ളത് ആരംഭിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്, ഏത് ദിവസത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് 2 ഒക്ടോബർ 1953 എന്നുള്ളതാണ്. 146ാമത്തെ ചോദ്യം, പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി ഇസ് എ ഫീച്ചർ ഓഫ്, ഈ പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫീച്ചറാണ്?
ഇവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്, ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്, പാർലമെൻ്ററി സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്, കൊളീജിയേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, 147ാമത്തെ ചോദ്യം, ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആസ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് നമ്മുടെ നാട്ടിൽ വില്ലേജ് പഞ്ചായത്ത്, അതായത് ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്തിൻ്റെ എക്സാമ്പിളായിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ DPSPയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രിൻസിപ്പിളുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ ഗാന്ധി മുന്നോട്ട് വെച്ചുള്ള ആശയങ്ങളാണ് വില്ലേജ് പഞ്ചായത്ത്, വില്ലേജ് സ്വരാജ് എന്നൊക്കെ. അപ്പോൾ ഗാന്ധിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ നിന്നാണ് വില്ലേജ് പഞ്ചായത്ത് എന്നുള്ള ആശയം ഇന്ത്യ എടുത്തിട്ടുള്ളത്. 148ാമത്തെ ചോദ്യം, ദ ഏജ് ടു എക്സസൈസ് ഫ്രാഞ്ചൈസ് വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years ബൈ. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് ഇന്ത്യയിൽ 18 വയസ്സ് എന്നുള്ളത് വോട്ടവകാശമാക്കി മാറ്റിയത്? 21 വയസ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് 18 വയസ്സാക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 61ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ആ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. 149ാമത്തെ ചോദ്യം, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഡിസോൾവ് ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻറ്റിന് ഹൗസ് ഓഫ് ദി പീപ്പിൾ, ലോകസഭ പിരിച്ചുവിടാനുള്ള റെക്കമെൻഡേഷൻസ് ആരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വൈസ് പ്രസിഡൻറ്റ്, ക്യാബിനറ്റ്, ചീഫ് ജസ്റ്റിസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരമാണ് ഇന്ത്യൻ്റെ പ്രസിഡൻറ്റ് ലോകസഭ പിരിച്ചുവിടുക. ഓക്കെ, ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളത്. 150ാമത്തെ ക്വസ്റ്റ്യൻ, മോഷൻ സജസ്റ്റിംഗ് ദാറ്റ് എക്സ്പെൻഡിച്ചർ earmarked ഫോർ പെർട്ടിക്കുലർ മിനിസ്ട്രി ഷുഡ് ബി റെഡ്യൂസ്ഡ് ഈസ് നോൺ ആസ്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മോഷൻ സജസ്റ്റിംഗ് ദാറ്റ് എക്സ്പെൻഡിച്ചർ, ഈ ചെലവ് ചുരുക്കുക എന്നുള്ള ആശയമൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? അങ്ങനെ ചിലവ് ചുരുക്കുക എന്നുള്ള ആശയം റെഡ്യൂസ് ചെയ്യുന്ന, ഫണ്ട് റെഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് 150ാമത്തേത് കട്ട് മോഷൻ എന്നുള്ള പേരിലാണ്. ഓപ്ഷൻ ബി, കട്ട് മോഷൻ. ഓക്കെ, ദെൻ 151ാമത്തെ ചോദ്യം, എ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് ഫോർമലി ലോസ് ഹിസ് മെമ്പർഷിപ്പ് ഇഫ് ഹി കോൺസിക്യൂട്ടീവ്ലി അബ്സ്റ്റെയിൻ ഹിംസെൽഫ് ഫ്രം ഡാഷ് സിറ്റിംഗ് ഓഫ് ഹൗസ്. ഓക്കെ, എത്ര ദിവസം പങ്കെടുക്കാതിരുന്നാലാണ് ഒരാളുടെ മെമ്പർഷിപ്പ് പാർലമെൻറ്റിൽ ഒഫീഷ്യലി ഇല്ലാതാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 60 ദിവസമാണ്. 60 ദിവസം തുടർച്ചയായിട്ട് പാർലമെൻറ്റ് സമ്മേളിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യുന്നതാണ്. ഓക്കെ, 152ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ എ പേഴ്സൺ ക്യാൻ ബി എ മെമ്പർ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്തൗട്ട് ബീയിങ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫോർ മാക്സിമം പീരിയഡ്. അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു വ്യക്തിക്ക് അംഗമാവാം, അതായത് പാർലമെൻറ്റിലെ മെമ്പർ ആകാതെ തന്നെ എന്ത് ചെയ്യാം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയിൽ അംഗമാവാം. എത്ര കാലം വരെ ആ രീതിയിൽ നിലനിൽക്കാം എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി, 6 months, 6 മാസം വരെ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ മെമ്പർഷിപ്പ് ഇല്ലാതെ, അതായത് പാർലമെൻറ്റിൽ മെമ്പർഷിപ്പ് ഇല്ലാതെ മന്ത്രിസഭയിൽ മെമ്പറായിട്ട് നിലനിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. 153ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദി ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് 153ാമത്തെ ചോദ്യം വരുന്നത്. ആൻസർ വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഹെഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, രാജ്യത്തിൻ്റെ തലവനാണ് പ്രസിഡൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രൈം മിനിസ്റ്ററാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. 154ാമത്തെ ചോദ്യം, ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ക്യാൻ നോമിനേറ്റ് ഹൗ മെനി മെമ്പേഴ്സ് ടു ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എത്ര പേരെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി, 1. ഓക്കെ, ഒരു മെമ്പർ എന്ത് ചെയ്യാം? ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. 155ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, വിച്ച് എമംഗ് ദി ഫോളോവിങ് ടൈപ്പ് ഓഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഓക്കെ, ഇന്ത്യയിലെ വിച്ച് എമംഗ് ദി ഫോളോവിങ് ടൈപ്പ് ഓഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള അതോറിറ്റിയാണ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അധികാരം ഏത് രീതിയിലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. 155ാമത്തതിൻ്റെ ഉത്തരം ഡിജുർ. ഓക്കെ, ഡിജുർ എന്ന് പറഞ്ഞാൽ കർക്കശമായ രീതിയിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദെൻ 156ാമത്തെ ചോദ്യം, ഡിജുർ എന്ന് പറഞ്ഞാൽ നിയമപരമായ രീതിയിൽ എന്നുള്ളതാണ് കേട്ടോ, നിയമപരമായ കർക്കശമല്ല. ഓക്കെ, ദെൻ 156ാമത്തെ ചോദ്യം, ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ടുകൾ ആർക്കാണ് സബ്മിറ്റ് ചെയ്യാറുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി, ഹൗസ് ഓഫ് ദി പീപ്പിൾ, ലോക്സഭക്കാണ് അവർ
ഇത്തരത്തിൽ അവരുടെ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാറുള്ളത്, സമർപ്പിക്കാറുള്ളത്. 156 ചോദ്യം ലോക്സഭ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. സോ ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ. ദെൻ 157 ദ റവന്യൂ എസ്റ്റിമേറ്റ്സ് ഓഫ് എ ബജറ്റ് ആർ പ്രിപ്പയർഡ് ബൈ. ഓക്കെ, ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് ആൻസർ വരുന്നത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനകാര്യ വകുപ്പാണ്. ഓക്കെ, ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം, അവരാണ് എന്ത് ചെയ്യുന്നത്, ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. 158 ചോദ്യം ദ കമ്മിറ്റി വിച്ച് എക്സാമിൻ ദി എക്സ്ട്രാവജൻസ് ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അതായത് ഏത് കമ്മിറ്റിയാണ് എക്സാമിൻ ചെയ്യുന്നത്, എക്സ്ട്രാവജൻസ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ ചിലവുകളൊക്കെ ഏത് കമ്മിറ്റിയാണ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതിന് വിളിക്കുന്ന, ആ കമ്മിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. 158 ചോദ്യം എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഓക്കെ, അവരാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. 159 ചോദ്യം ദ ബജറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് കൺട്രോൾ ബൈ. ബജറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് കൺട്രോൾ ബൈ, ആരാണ് ബജറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗവൺമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ട്, ദ എക്സിക്യൂട്ടീവ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബി ഓപ്ഷൻ സി ദ ലെജിസ്ലേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ദ ജുഡീഷ്യറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബജറ്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ലെജിസ്ലേച്ചറാണ്, നിയമനിർമ്മാണ സംവിധാനമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. 160 ചോദ്യം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ട് ഓഫ്. ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് 160 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 160 ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 1919 1919 ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. 161 ചോദ്യം ദ ക്യാബിനറ്റ് മിഷൻ വാസ് അപ്പോയിൻറ്റഡ്. ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ടു വർക്ക് ഔട്ട് മൊഡാലിറ്റീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പവേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ബി ടു ഫൈനലൈസ് ദി ഡേറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് പവർ. സി കൊടുത്തിട്ടുള്ളത് ടു ഡിസ്കസ് ദി പ്ലാൻ ഓഫ് പാർട്ടീഷൻ. ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് പാർട്ടീഷൻ ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അധികാരം ഏത് രീതിയിൽ കൈമാറണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടും അത് ഏത് രീതിയിലായിരിക്കണം അധികാര കൈമാറ്റം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുമാണ് ഈ ഒരു രീതിയിൽ ക്യാബിനറ്റ് മിഷൻ നിലവിൽ വന്നിട്ടുള്ളത്. 162 ചോദ്യം ദ പ്രൊവിൻഷ്യൽ ഓട്ടോണമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ട് ഓഫ്. ഓരോ പ്രൊവിൻസുകൾക്കും ഓട്ടോണമി നൽകാൻ അല്ലെങ്കിൽ സ്വയംഭരണം നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 163 ദ ഇൻ്ററിം ഗവൺമെൻറ് പ്രൊപ്പോസ്ഡ് അണ്ടർ ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് ഫോംഡ് ഓൺ. ഇന്ത്യയിലെ ഇൻ്ററിം ഗവൺമെൻറ് എന്നുള്ള ആശയം ക്യാബിനറ്റ് മിഷൻ പ്ലാന് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് ഏത് ദിവസം മുതലാണെന്നുള്ളതാണ് 163. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് 2 സെപ്റ്റംബർ 1946 1946 എന്നുള്ളതാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 164 ചോദ്യം ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്ഡ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇൻ. ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അടങ്ങുന്ന ആ ഒരു ബില്ല് പാസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ സി ജൂൺ 1947 1947 ജൂണിൽ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നുള്ള ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ജൂൺ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം, ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ, 165 ചോദ്യം ദ പീരിയോഡിക് എലക്ഷൻസ് ടു ദി ലോക്കൽ ബോഡീസ് ആർ മെയ്ഡ് മാൻഡേറ്ററി ബൈ. ഏത് ഭരണഘടനയിലെ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക്കൽ എലക്ഷൻസ് ലോക്കൽ ബോഡിയിലേക്ക് നടത്തണം, അതായത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിലേക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന് ആൻസർ വരുന്നത് 73rd അമെൻമെൻറ്റ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 165 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 166 ചോദ്യം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു റിവ്യൂ. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ എന്തിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിയമിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു റിവ്യൂ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 167 ചോദ്യം ദ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ 1977 ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ്. ഏത് ചെയർമാൻ്റെ കീഴിലാണ് 1977
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ളത് ഏത് ചെയർമാൻ്റെ കീഴിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി അശോക് മേത്ത എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി അശോക് മേത്ത. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി അശോക് മേത്ത എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത ചോദ്യം 168 ചോദ്യം വരുന്നത് മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് വെയർ അപ്പോയിൻറ്റഡ് ബൈ, അതായത് മണ്ഡൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് മണ്ഡൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത് ആരായിരുന്നു? ഓക്കെ, അതിൽ ഡോക്ടർ വി പി സിംഗ്, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വി പി സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് മണ്ഡൽ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. 169 ചോദ്യം മിൻറ്റോ മോർലി റിഫോംസ് ഓൾസോ നോൺ ആസ്, മിൻറ്റോ മോർലി റിഫോംസിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് 169 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് ആൻസർ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നുള്ള പേരിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ആണ് അതിന് ആൻസർ വരുന്നത്. മിൻറ്റോ മോർലി റിഫോംസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് മിൻറ്റോ മോർലി റിഫോംസിൻ്റെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ 170 ഹൗ മെനി ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ആസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിട്ട് എത്ര ഡ്യൂട്ടിയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് 170 ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ 11 ഡ്യൂട്ടികളാണ് നിലനിൽക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 11 ഡ്യൂട്ടികളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിട്ട് നിലനിൽക്കുന്നത്. 171 ചോദ്യം ഫ്രം എമംഗ് ദി ഫോളോവിങ് വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെയ്ഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ആസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, നമ്മുടെ രാജ്യത്ത് ചിൽഡ്രൻസിന് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത് ഏത് അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 86 അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. 86 ഭേദഗതിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 152 ചോദ്യം ചോദിച്ചിട്ടുള്ളത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ, ഏത് വർഷമാണ് നമ്മുടെ രാജ്യത്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1952 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 173 ചോദ്യം ദ ക്വാളിഫിക്കേഷൻ ഫോർ ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആർ സ്പെസിഫൈഡ് ഇൻ, ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷൻ്റെ മെമ്പേഴ്സിൻ്റെയും ചെയർമാൻ്റെയും ഒക്കെ ക്വാളിഫിക്കേഷൻസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് എ ഫിനാൻസ് ആക്ട് 1951, 1951 ഫിനാൻസ് ആക്ട് എന്നുള്ള ആക്ടിലാണ് ഇതിൻ്റെ യോഗ്യതകളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. 174 ചോദ്യം 174 ചോദ്യം ചോദിച്ചിട്ടുള്ളത് 174 ചോദ്യം ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി 5 years ബൈ, ആരാണ് ഫിനാൻസ് കമ്മീഷനെ ഓരോ 5 വർഷത്തിലും നിയമിക്കുന്നത്? ഓക്കെ, ആരാണെന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള അധികാരമുള്ളത്. 174 ചോദ്യം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രസിഡൻറ്റ് എന്നുള്ളതാണ്. 175 ചോദ്യം ദ സ്റ്റേറ്റ് എൻജോയ്സ് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഓവർ സബ്ജക്റ്റ് ഓഫ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏത് സബ്ജക്റ്റുകളിലാണ് കൂടുതൽ അധികാരമുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് അധികാരമുള്ള വിഷയങ്ങളെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, 176 ചോദ്യം വിച്ച് ഈസ് ദ ലിസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ഇൻ വിച്ച് ബോത്ത് ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ലെജിസ്ലേറ്റ്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണ അധികാരം നൽകിയിരിക്കുന്നതിന് ഏത് ലിസ്റ്റിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അത്തരം ലിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 177 ചോദ്യം ദ അതോറിറ്റി ടു ആൾട്ടർ ദി ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ റീസെറ്റ് വിത്ത്, അതായത് ഇന്ത്യയിൽ സ്റ്റേറ്റുകളുടെ ബൗണ്ടറിയൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിനാണ് അതിനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഓപ്ഷൻ ബി പാർലമെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യയിൽ പാർലമെൻറ്റിനാണ് ഓരോ സ്റ്റേറ്റുകളുടെയും അതിർത്തികളൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരമുള്ളത്. 178 ചോദ്യം ദ യൂണിയൻ ഗവൺമെൻറ് ഗീവ്സ് ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് ടു ദി സ്റ്റേറ്റ്സ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ്, അതായത് ആരുടെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡൊക്കെ യൂണിയൻ ഗവൺമെൻറ് നൽകാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ആൻസർ വരുന്നത് ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റുകൾ അനുവദിക്കാറുള്ളത്. ഓപ്ഷൻ സി ആണ്, ഫിനാൻസ് കമ്മീഷനാണ് അതിൻ്റെ ആൻസർ വരുന്നത്.
ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനല്ല, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലൊന്നുമല്ല, ഫിനാൻസ് കമ്മീഷനാണ് ഗ്രാൻസ് ആൻഡ് എയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നത്. 159 ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് എംപവേർഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ള സംവിധാനം ആരാണ് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, പ്രസിഡൻ്റാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് 180 ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ ദ സാലറി ഓഫ് ജഡ്ജസ് ഡ്യൂറിങ് ദെയർ ഓഫീസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ജഡ്ജസിൻ്റെ സാലറി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ 360 ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ 151 ചോദ്യം, ദ അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ ഈസ് ക്വസ്റ്റ്യൻഡ് ബൈ ദ റിട്ട് ഓഫ്. ഒരാൾ അന്യായമായി തടങ്കലിൽ വെച്ചാൽ ഏത് റിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ റിട്ടുകളിൽ ഹേബിയസ് കോർപ്പസ് ഉണ്ട്. ഹേബിയസ് കോർപ്പസ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട റിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ 152 ചോദ്യം, ദ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഡു നോട്ട് പോസസ്. ഓക്കെ, ഹൈക്കോർട്ടിന് ഇല്ലാത്ത അധികാരം ഏതാണെന്നുള്ളതാണ്. താഴെയുള്ള അധികാരത്തിൽ ഹൈക്കോടതിക്ക് ഇല്ലാത്ത അധികാരം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പർലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, റിവിഷറി ജൂറിസ്ഡിക്ഷൻ. ഇവിടെ കൊടുത്തിട്ടുള്ളതിന് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഒരിക്കലും പ്രസിഡൻറ്റിനെ അഡ്വൈസ് കൊടുക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്കില്ല. ഓക്കെ, അതാണ് 152 ആൻസർ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നാണ്. 153 ചോദ്യം, ദ പ്രൊവിഷൻസ് അണ്ടർ 9th ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്യാൻ ബി ചലഞ്ചഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ, കാൺ ബി ചലഞ്ചഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ, ക്യാൻ സീക്ക് ഒപ്പീനിയൻ ഇൻ എ കോർട്ട് ഓഫ് ലോ, നൺ ഓഫ് ദീസ് എബവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 9th ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണ്ട് ചാലഞ്ച് ഇൻ കോർട്ട് ഓഫ് ലോ. നിയമപരമായ ഒരു കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് 9th ഷെഡ്യൂളിലുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ക്യാൻ ചാലഞ്ച് ഇൻ എ കോർട്ട് ഓഫ് ലോ. ഓക്കെ, ദെൻ 154 ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ സുപ്രീം കോർട്ട് ഇന്ത്യ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 154 ചോദ്യം. ഓക്കെ, സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ബി 124. ഓക്കെ, 124 ഓപ്ഷൻ ബി 124 എന്നുള്ളതാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത്. ഇനി 155 ചോദ്യം, ദ ഹൈക്കോർട്ട് ഹാസ് ദ പവർ ടു ഇഷ്യൂ റിട്ട് അണ്ടർ ആർട്ടിക്കിൾ. ഇന്ത്യയിൽ ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ഏതാണ്, അല്ലെങ്കിൽ അതിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 226 അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32 എന്ന് കൊടുത്തിട്ടുണ്ട്. 32 സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ്. 226 ഹൈക്കോടതിക്ക് ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിളായിട്ട് നിലനിൽക്കുന്നത്. 156 ചോദ്യം, ദ പവർ ഓഫ് സുപ്രീം കോർട്ട് ക്യാൻ ബി എൻലാർജ്ഡ് ബൈ. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ പവറിനെ വർദ്ധിപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി പാർലമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയുടെ അധികാരത്തെ എന്ത് ചെയ്യാം, എൻലാർജ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ ബി പാർലമെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. 157 ചോദ്യം, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ് ബൈ. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് വിളിക്കുന്ന പേര് ഇംപീച്ച്മെൻറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഇംപീച്ച്മെൻറ്റ് എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യയിലെ പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനും ഇംപീച്ച്മെൻറ്റ് എന്ന് തന്നെയാണ് കേട്ടോ പറയാം. 158 ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉപദേശാധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 74 ആർട്ടിക്കിൾ 142 ആർട്ടിക്കിൾ 143 ആർട്ടിക്കിൾ 147 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ 143. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 159 ചോദ്യം, സബ്ജക്ട്സ് ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ ഈസ് ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ചില കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽപ്പെടാത്തതാണ്. ഏത് ഷെഡ്യൂളിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 159 അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 9th ഷെഡ്യൂളിലുള്ളത്
ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽപ്പെടാത്തതാണ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 9th ഷെഡ്യൂളിലുള്ള കാര്യത്തിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ. 190ാമത്തെ ചോദ്യം, ദ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് വാസ് അഡോപ്റ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി കാനഡ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 191ാമത്തെ ചോദ്യം, ദ യൂണിയൻ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് എംപവേർഡ്. യൂണിയൻ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ എംപവേർഡ്. യൂണിയൻ ലെജിസ്ലേച്ചർ ഇന്ത്യ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് നോട്ട് ടു അമെൻഡ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ടു അമെൻഡ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ടു അബ്രോഗേറ്റ് ദി ബേസിക് സ്ട്രക്ചർ, നൺ ഓഫ് ദീസ് എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ യൂണിയൻ ലെജിസ്ലേച്ചറിന് നോട്ട് ടു അമെൻഡ്, അതായത് ഒരിക്കലും ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാനുള്ള അവകാശമില്ല. ഓക്കെ. അപ്പോൾ the union legislature in India is empowered not to amend the basic structure of constitution. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 192ാമത്തെ ചോദ്യം, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, അതായത് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് ഈസ് എ റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ. ഏതിൻ്റെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട്, ഏത് ആർട്ടിക്കിളിനാണ് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രിവെൻറ്റീവ് ഡീറ്റൻഷനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21 ആണ് പ്രിവെൻറ്റീവ് ഡീറ്റൻഷന് റീസണബിൾ ആയിട്ടുള്ള ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് നിലനിൽക്കുന്നത്. 193ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഇന്നെവിറ്റബിൾ ഔട്ട്കം ഓഫ് ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ എന്നുള്ള ആശയത്തിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അതിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഇന്നെവിറ്റബിൾ ഔട്ട്കം ഓഫ് ലിബറലൈസേഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻസ് കൊടുത്തുള്ളത് റീട്രേസ് ദി സ്റ്റേറ്റ്, ദെൻ ഓപ്ഷൻ ബി റീ എൻട്രി ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ. ദെൻ ഓപ്ഷൻ സി ന്യൂട്രാലിറ്റി ഓഫ് സ്റ്റേറ്റ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എബവ്. ഓക്കെ. ഓപ്ഷൻ എ റീട്രേസ് ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 193ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ റീട്രേസ് ദി സ്റ്റേറ്റ് എന്നുള്ളതാണ്. ദെൻ 194ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻഹറൻറ്റ് ഇൻ കമ്മ്യൂണലിസം. വർഗീയതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇൻഹറൻറ്റ് ഇൻ കമ്മ്യൂണലിസം, കമ്മ്യൂണലിസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് 194. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പീസ് ഫോർ ഓൾ റിലീജിയസ് സെക്ട്സ്, റേഷ്യൽ ഓവർടോൺ എന്നുള്ളതാണ് ബി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് എത്നിക് റൈവൽറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആൻറ്റഗോണിസ്റ്റിക് അസേർഷൻ ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണലിസം എന്നുള്ളത് ആൻറ്റഗോണിസ്റ്റിക് അസേർഷൻ ഓഫ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്, അതാണ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 195ാമത്തെ ചോദ്യം, കമ്മ്യൂണലിസം ഈസ് ഒപ്പോസ്ഡ് ടു. ഓക്കെ. കമ്മ്യൂണലിസം എന്നുള്ളത് എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ അത് എതിർക്കുന്നത് സെക്കുലർ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ എതിർക്കുന്ന ഒരു ആശയം കൂടിയാണ് കമ്മ്യൂണലിസം. ഓക്കെ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്, സെക്കുലർ ക്രെഡൻഷ്യൽസ്. ഓക്കെ. 196ാമത്തെ ചോദ്യം, ദ ഗ്ലോബലൈസേഷൻ ഗിവ്സ് പ്രൈമസി ടു അൺബ്രൈഡൽഡ്. ഓക്കെ. ഗ്ലോബലൈസേഷൻ എന്നുള്ളത് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. വെൽഫെയർ മീൻസ് ട്രേഡ്, സോഷ്യലിസം, കൺസ്യൂമറിസം. അപ്പോൾ നമ്മളെ കൂടുതൽ അത് ആകർഷിക്കുന്നത് കൺസ്യൂമറിസം എന്നുള്ള പേരിലാണ്. കൺസ്യൂമറിസം. ഓക്കെ. ഓപ്ഷൻ ഡി ആൻസർ വരുന്നത് കൺസ്യൂമറിസം എന്നുള്ളതാണ്. 197ാമത്തെ ചോദ്യം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ, അതായത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു പദവി ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ വരുന്നത് 197 ആർട്ടിക്കിൾ 131 ഓപ്ഷൻ എ ആണ്. 198ാമത്തെ ചോദ്യം, ദ പവർ ഓഫ് ദി പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട് ഈസ് അണ്ടർ ആർട്ടിക്കിൾ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയുമായി കൺസൾട്ടേഷൻ നടത്തുന്നതിനുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഓപ്ഷൻ ബി 143 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. 199ാമത്തെ ചോദ്യം, ദ സീക്വൻസ് ഓഫ് പ്രൊസീജിയർ ഫോർ പാസിങ് എ ബിൽ ഇൻ ദി ഹൗസ് ഈസ്. നമ്മുടെ ഹൗസിൽ, അതായത് നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഘടനയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ക്രോണോളജി ഏതാണ് ആദ്യം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഓപ്ഷൻസ് എ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. ഓക്കെ. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിങ്. ഓക്കെ.
ദെൻ ഓപ്ഷൻ സി ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഓപ്ഷൻ ബി ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, പിന്നെ കമ്മിറ്റി നിശ്ചയിക്കുന്നു, കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു, പിന്നെ തേർഡ് റീഡിംഗ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 200ാമത്തെ ചോദ്യം, ഇൻ എ ഫെഡറൽ സിസ്റ്റം ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ്. നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ സംരക്ഷകരായിട്ട് അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. 200ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്, ജുഡീഷ്യറിയാണ് എപ്പോഴും നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകരായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ MCQ. ഓക്കെ, സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന 200 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.